ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനൊരു മുന്തിരി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പല ഫംഗ്ഷൻസിനും അതുപോലെ കല്യാണങ്ങൾക്കൊക്കെ നമുക്ക് അച്ചാറുകളുടെ കൂട്ടത്തിൽ കൂടുതലായിട്ട് സെർവ് ചെയ്യാറ് ഇതുപോലുള്ള മുന്തിരി അച്ചാറാണ്. അത് അവരുണ്ടാക്കുന്നവർ നമുക്കിന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് തലേ ദിവസം തന്നെ ഞാനിവിടെ ഒരു 1/4 കിലോ മുന്തിരി ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് തലേ ദിവസമാണ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് ഞാനിത് പിറ്റേ ദിവസം കേട്ടോ ഞാനിത് ഉണ്ടാക്കി നോക്കുന്നത്. അതിന് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ അച്ചാർ പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിട്ട് കൊടുത്തതിന് ശേഷം എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ തലേ ദിവസം കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള മുന്തിരിയില്ല അത് ആ വെള്ളത്തോടെ തന്നെ നേരെ ഒഴിച്ചു കൊടുക്കാം. എരിവിനായിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി മാത്രമല്ല ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 10 പച്ചമുളക് കൂടി നടു കയറിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാനിവിടെ 3 ബെല്ലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് മെൽറ്റാണ് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബെല്ലൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു 150 ഗ്രാം ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ടൊന്ന് 2 കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്കൊരു നുള്ളുപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ഒന്ന് വറ്റി കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3 ടീസ്പൂൺ സുർക്ക ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളച്ച ശേഷം ഓഫാക്കി വെക്കാം. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സുർക്ക ഒഴിച്ചിട്ടൊന്ന് നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ലൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണ വീടുകളിലൊക്കെ കാണുന്ന നമ്മുടെ റൈസിൻ പിക്കിളാട്ടോ. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.